ഇന്ത്യയിലെ ഏറ്റവും പുരാതനവും വിശിഷ്ടവുമായിട്ടുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാഞ്ചീപുരത്തെ നമ്മുടെ ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കാറുണ്ട്, ഗരുഡ സേവ. അതിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് ഞങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കണ്ടാലോ? കാഞ്ചീപുരത്തെ ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് ഒരു 15 മിനിറ്റ് യാത്ര ഉള്ളൂ വരദരാജ പെരുമാൾ ക്ഷേത്രം എത്താനായിട്ട്. 6 മണിക്കാണ് അവിടെ ഈ ഗരുഡ സേവ തുടങ്ങുന്നതെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാണാൻ പറ്റുമെന്ന് ഒന്നും തീർച്ച ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ. അതിൽ ഞങ്ങൾ മെയിൻ റോഡിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ ഗരുഡ സേവ ഞങ്ങൾ മുന്നിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഞങ്ങളും ആ സംഘത്തോടൊപ്പം ചേർന്നു. ജൂൺ 25 നടന്ന ഈ ഗരുഡ സേവ ആനി ഗരുഡ സേവ എന്നാണ് പറയുന്നത്. അതായത് തമിഴ് മാസമായിട്ടുള്ള ആനി മാസം, നമ്മുടെ മിഥുന മാസം സ്വാതി നക്ഷത്രത്തിലാണ് ഇത് നടത്തുക. പുരാണ കഥയായിട്ടുള്ള ഗജേന്ദ്ര മോക്ഷമാണ് ഈ ഒരു ഗരുഡ സേവയുടെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. മുതലയുടെ വായിലകപ്പെട്ട ഗജേന്ദ്രൻ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഉടനടി തൻ്റെ പ്രിയ വാഹനമായിട്ടുള്ള ഗരുഡന്റെ മേലേറി വന്ന് ഗജേന്ദ്രന് മോക്ഷം നൽകി എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഭഗവാൻ വരദരാജ പെരുമാൾ അതിമനോഹരമായ ആഭരണങ്ങളും പുഷ്പാലങ്കാരങ്ങളും അണിഞ്ഞ് സ്വർണ്ണ ഗരുഡ വാഹനത്തിൽ എഴുന്നള്ളി ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഇതിലൂടെ ഭക്തർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ദർശനത്തിനായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും കാഞ്ചീപുരത്തേക്ക് ഭക്തർ എത്താറുണ്ട്. ടൺകണക്കിന് ഭാരം വരുന്ന ഗരുഡവാഹനം തോളിലേറ്റുന്നത് പരമ്പരാഗതമായിട്ട് പരിശീലനം ലഭിച്ച ശ്രീപാദം താങ്ങികൾ എന്നറിയപ്പെടുന്ന ഭക്തജനങ്ങളാണ്. 100ഓളം പേരാണ് അറ്റ് എ ടൈം ഇതിനായിട്ട് തയ്യാറായിട്ട് വരുന്നത്. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണോ അവർ ആ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. ഈ ഭഗവാന് മുകളിലായിട്ട് ഒരു വലിയ വെള്ളക്കുട പിടിക്കുന്നതും അതിനെ തിരിക്കുകയൊക്കെ ചെയ്യുന്നത് പരമ്പരാഗതമായിട്ട് കൈവേലക്കാരായിട്ടുള്ള മറ്റ് ചില ജനവിഭാഗമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ഗരുഡ സേവ നടക്കുന്നത് വർഷം തോറും നടക്കുന്ന 10 ദിവസത്തെ ബ്രഹ്മോത്സവത്തിന്റെ സമയത്താണ്. ആനി ഗരുഡ സേവ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് 4 രാജവീതികളിലൂടെ വലം വെച്ച് ഏകദേശം 4 മണിക്കൂർ എടുത്തിട്ടാണ് തിരിച്ചു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ബ്രഹ്മോത്സവ സമയത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 15 മൈൽ ദൂരം കവർ ചെയ്യുന്ന അത്രയും ദീർഘമായിട്ടുള്ള ഗരുഡ സേവയാണ് നടക്കുന്നത്. പെരുമാളിന്റെ കടാക്ഷത്തിനായിട്ട് വഴി നീളെ കാത്തു നിൽക്കുന്ന ഭക്തർക്ക് കർപ്പൂര ദീപവും പഴങ്ങളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പാകത്തിന് വളരെ പതുക്കെയാണ് ഗരുഡ സേവ നീങ്ങുന്നത്. 4000ഓളം വരുന്ന ദിവ്യപ്രബന്ധങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലിക്കൊണ്ട് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവര് ഗരുഡ സേവയുടെ മുന്നിലും പിന്നിലുമായിട്ട് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരം ഗരുഡ സേവ നടക്കുമ്പോഴുണ്ടല്ലോ, ബ്രഹ്മോത്സവത്തിൽ നടക്കുന്ന ഗരുഡ സേവ പോലെ പുറത്തു നിന്നുള്ള വൻ ജനത്തിരക്കില്ലാത്തത് കാരണം തന്നെ ഭക്തർക്ക് വളരെ അടുത്ത് നിന്ന് സമാധാനപരമായിട്ട് ഭഗവാനെ കൺകുളർക്ക് കാണാനും തൊഴാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ്. മഹാവിഷ്ണുവിന്റെ പ്രധാന വാഹനമായ ഗരുഡനെ വൈഷ്ണവ പാരമ്പര്യത്തില് പെരിയ തിരുവടി എന്നാണ് അറിയപ്പെടുന്നത്. ഗരുഡാരൂഢനായ ഭഗവാനെ ദർശിക്കുന്നത് പുനർജന്മ ദുരിതങ്ങളിൽ നിന്ന് മോക്ഷം നൽകുമെന്നാണ് വിശ്വാസം. നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിൽ പലതരത്തിലുള്ള പ്രസാദങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇതൊരു മധുരമായിട്ടുള്ള, നമ്മുടെ നാട്ടിൽ ബൂന്തി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടൈപ്പാണ്, പക്ഷെ അതിന്റെ പല കളേഴ്സായിരുന്നു. അടുത്ത ഗരുഡ സേവ നടക്കുന്ന ആടിമാസത്തിലെ പൗർണമി നാളില് ഗജേന്ദ്ര മോക്ഷം ലീല ക്ഷേത്രത്തിൽ പുനരാവിഷ്കരിക്കും. അതിനെ ഗജേന്ദ്ര മോക്ഷം ഗരുഡ സേവ എന്നാണ് അറിയപ്പെടുന്നത്. വഴിയിൽ നമുക്ക് ഇതുപോലെ വേണ്ട പ്രസാദങ്ങളൊക്കെ കിട്ടും. ഇതില് നമുക്ക് കൽക്കണ്ടമാണ് കിട്ടിയ കേട്ടോ. ക്ഷേത്രവീതിയിലൂടെ നടന്നു നീങ്ങുന്ന സ്വർണ്ണ ഗരുഡ വാഹനവും ദീപങ്ങളുടെ പ്രകാശവും വാദ്യമേളങ്ങളും ഭക്തരുടെ ഭക്തി നിർഭരമായിട്ടുള്ള വിളികളും എല്ലാം കൂടെ ചേർന്നിട്ട് വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റാത്ത ഒരു ആത്മീയ അനുഭവം തന്നെയായിരുന്നു. ബ്രഹ്മോത്സവത്തിന്റെ സമയത്ത് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും താരതമ്യേന തിരക്ക് കുറഞ്ഞ ഏതെങ്കിലും ഒരു ഗരുഡ സേവ ദർശിക്കാൻ കണക്കാക്കിയിട്ട് നിങ്ങൾ കാഞ്ചീപുരത്തേക്ക് ഒരു തവണയെങ്കിലും വരണം കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ കാഞ്ചീപുരത്തെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഈ യാത്രയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻസ് ആയിട്ട് അറിയിക്കുക. ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ ഫ്രം ടീം ട്രാവലിംഗ് ട്രയോ.